എവരി വൺ, വെൽക്കം ടു ഗോ ലേണേഴ്സ്. ഞാൻ ഷഫീഖുദ്ദീൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ സിമ്പിളായിട്ട് KTUലെ മാത്തമെറ്റിക്സ് പേപ്പർ സ്കോർ ചെയ്യാം. നമുക്കറിയാം ഒരുപാട് സപ്ലി വരുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമെറ്റിക്സ്. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് നല്ല മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം 5 മൊഡ്യൂളാണ് മാത്തമെറ്റിക്സിന്റെ എല്ലാ കോഴ്സിലും വരുന്നത്. എക്സാമിന് എല്ലാ മൊഡ്യൂളിനും ഈക്വൽ വെയിറ്റേജ് ആണ്. എല്ലാ മൊഡ്യൂളിനും 20 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും. അതിൽ ചില ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് എല്ലാ മൊഡ്യൂളും നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയേണ്ടത് എല്ലാ മൊഡ്യൂളും നമ്മൾ കവർ ചെയ്യണം. കാരണം എല്ലാ മൊഡ്യൂളിലെയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് കംപ്ലീറ്റ് മൊഡ്യൂള് നമ്മൾ കവർ ചെയ്യുന്നു. നെക്സ്റ്റ്, അതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ തറവായിട്ട് നമ്മൾ പഠിക്കാം. അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാവുക എന്ന് മാത്രമല്ല, നമുക്ക് നല്ലൊരു സ്കോർ മാത്തമെറ്റിക്സിൽ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക. ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സെക്കൻഡ് ആവറേജ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നെക്സ്റ്റ് മൂന്നാമത്തെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒഴിവാക്കാം. നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആവറേജ് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും. ഈ 2 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഏകദേശം 70 to 80 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാം. മാത്രമല്ല, നമുക്കറിയേണ്ട മറ്റൊരു കാര്യം, ഫൈനൽ ആൻസറിന് 1-2 മാർക്ക് മാത്രമേ നമ്മുടെ ആൻസർ കീയിൽ കൊടുക്കാറുള്ളൂ. ബാക്കി എല്ലാ മാർക്കും ഓരോ സ്റ്റെപ്പിനാണ്. അഥവാ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിലെ ഫസ്റ്റ് എന്താണോ എഴുതേണ്ടത്, സെക്കൻഡ് ലൈനിൽ എന്താണോ എഴുതേണ്ടത്, ഇങ്ങനെ ഓരോ ലൈനിനും ആൻസർ കീയിൽ പ്രത്യേകം മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് 5 മാർക്ക് ആണെങ്കിൽ അതിലെ 3 മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ എങ്ങനെ ഈ സിമ്പിൾ ആയിട്ട് 2-3 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, അതാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ, ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാ മൊഡ്യൂളും നമ്മൾ കവർ ചെയ്യണം. സെക്കൻഡ്, സിമ്പിൾ ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടെത്തുക, അത് മാക്സിമം സോൾവ് ചെയ്ത് പഠിക്കുക. മൂന്നാമത്തേത്, ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് 3 സ്റ്റെപ്പ് എങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ ഇത്രയും അറിയാമെങ്കിൽ വളരെ നല്ലൊരു സ്കോർ നമുക്ക് മാത്തമെറ്റിക്സിൽ എഴുതിയെടുക്കാം. മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്യും. കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തനിയെ ചെയ്യാം. 75% നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കവർ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്ന മെത്തേഡ്, എല്ലാ ടോപ്പിക്കും നമ്മൾ ആൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്യും. മാത്തമെറ്റിക്സിലെ നമ്മുടെ സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്കും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ എഴുതേണ്ടത്, ഏതൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ആൻസർ പേപ്പറിൽ എഴുതേണ്ടത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം, അല്ലെങ്കിൽ ചെറിയ നമ്പേഴ്സ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ചില ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെ ഭാഗത്താണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും ആ ഭാഗം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കാണുക. ജസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് നിങ്ങളും കൂടെ ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സും നിങ്ങൾ 1-2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക. ഓക്കെ, വൺസ് അഗെയിൻ വെൽക്കം ടു ഗോ ലേണേഴ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് സെമസ്റ്ററിലെ മാത്തമെറ്റിക്സിന്റെ ടോപ്പിക്കാണ്. അതിന്റെ സിലബസ് മാത്രം നമുക്ക് ഇന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വെക്റ്റർ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോം.
4 ക്രെഡിറ്റിനാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് കാൽക്കുലസ് ഓഫ് വെക്റ്റർ ഫംഗ്ഷൻ, അതുമായി ബന്ധപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ദാറ്റ് ഈസ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ സിംഗിൾ വാരിയബിൾ. നെക്സ്റ്റ് അതിന്റെ ഡെറിവേറ്റീവ്. ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ, മോഷൻ എലോങ് എ കർവ്, വെലോസിറ്റി, സ്പീഡ് ആൻഡ് ആക്സിലറേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതെല്ലാം. അതുപോലെ തന്നെ സ്കേലർ ആൻഡ് വെക്റ്റർ ഫീൽഡ്. എന്താണ് സ്കേലർ, അതുപോലെ തന്നെ വെക്റ്റർ ഫീൽഡ്. നെക്സ്റ്റ് ഗ്രേഡിയന്റ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ്, ഡൈവേർജൻസ് ആൻഡ് കേർവ്. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ലൈൻ ഇന്റഗ്രൽ ഓഫ് എ വെക്റ്റർ ഫീൽഡ്. അതുപോലെ തന്നെ ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ച് എങ്ങനെ വർക്ക് ഇവാലുവേറ്റ് ചെയ്യാം. നെക്സ്റ്റ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്, ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് ആൻഡ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഇതിലെ ഏകദേശം പകുതിയോളം ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാം. ഇനി ഇതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കാണ് ദാറ്റ് ഈസ് ലൈൻ ഇന്റഗ്രൽ. ലൈൻ ഇന്റഗ്രൽ മുതൽ ലാസ്റ്റ് വരെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു മൊഡ്യൂൾ ഒന്നും 20 മാർക്കിന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ഏകദേശം 12 മാർക്ക് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ വെക്റ്റർ ഇന്റഗ്രൽ തിയറം. 4 തിയറമാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു മൊഡ്യൂളാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു മൊഡ്യൂളാണ് ഇത്. ദാറ്റ് ഈസ് ഇതിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട 4 തിയറമാണ്. ദാറ്റ് ഈസ് ഗ്രീൻസ് തിയറം, അതുപോലെ തന്നെ സർഫസ് ഇന്റഗ്രൽ, നെക്സ്റ്റ് ഡൈവേർജൻസ് തിയറം, അതുപോലെ തന്നെ സ്റ്റോക്സ് തിയറം. ഈ 4 തിയറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഒരുപക്ഷെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ ഒരു മൊഡ്യൂളിൽ നിന്നും 20 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻ വരും. അതിൽ ഏകദേശം 10 മാർക്കോളം നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, തേർഡ് മൊഡ്യൂൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിന് വൈഡ് ആയിട്ട് കിടക്കുന്ന ടോപ്പിക്കാണ്, പക്ഷേ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ എങ്ങനെയാണ് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക. ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പല ക്രൈറ്റീരിയ, പല രീതിയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഹോമോജീനിയസ് ആവാം, നോൺ ഹോമോജീനിയസ് ആവാം. അപ്പോൾ ഓരോ മെത്തേഡ്, ഓരോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഓരോ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇവിടെയും ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ള ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് തിയറി പാർട്സ്, ദാറ്റ് ഈസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ജനറൽ സൊല്യൂഷൻ, ഒരു ODE കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓയിലർ കോഷി ഇക്വേഷൻസ്, അതിന്റെ സൊല്യൂഷൻ. നെക്സ്റ്റ് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ്, ഇത് തിയറി പാർട്ടാണ്. തിയറി പാർട്ട് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഓക്കെ, 1% ക്വസ്റ്റ്യൻസേ തിയറി ഭാഗത്ത് നിന്ന് വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഭാഗം നമുക്ക് ഒഴിവാക്കാം. നെക്സ്റ്റ് ഒരു നോൺ ലീനിയർ, നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമാണ്. നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് സൊല്യൂഷൻ ഓഫ് അൺഡിറ്റർമിനഡ് കോഫിഷ്യന്റ്. ഓക്കെ, ദാറ്റ് ഈസ് പല രീതിയിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ, എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും സോൾവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സൊല്യൂഷൻ ഓഫ് ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹയർ ഓർഡർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക. അതുപോലെ തന്നെ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക. ഓക്കെ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൽ നിന്നും 20 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അഥവാ നാം വീണ്ടും പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 3-4 ലൈൻസ് അതിന്റെ സ്റ്റെപ്പ് നമുക്ക് കോമൺ ആണ്. ഇത് എപ്പോഴും അതേപോലെ തന്നെ ആയിരിക്കും. നമുക്ക് അതിലെ 5 മാർക്കാണെങ്കിൽ 4 മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. അങ്ങനെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് തേർഡ് മൊഡ്യൂൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇതിലെ നമുക്ക് മിനിമം 15 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ,
നെക്സ്റ്റ് മൊഡ്യൂൾ ലാപ്ലാസ് ട്രാൻസ്ഫോം. എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം? അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം, അതിൽ ഉപയോഗിക്കേണ്ട കുറച്ച് തിയറംസ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം, അതുപോലെ തന്നെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യാം, അതുപോലെ തന്നെ എന്താണ് കൺവല്യൂഷൻ തിയറം, എന്താണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, ഇതിലെയും 20 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് 15 മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എഴുതുന്ന മെത്തേഡാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതിനെ അറ്റൻഡ് ചെയ്യേണ്ടത്, അതിലെ സ്റ്റെപ്സ് ഏതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് 15 മാർക്കിന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് മൊഡ്യൂൾ ഫൊറിയർ ട്രാൻസ്ഫോം. ആകെ 3 ഇക്വേഷൻ മാത്രമേ, 3 റിസൾട്ട് മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. എന്താണ് ഫൊറിയർ സീരീസ്, സെക്കൻഡ് എന്താണ് ഹാഫ് റേഞ്ച് അഥവാ ഫൊറിയർ കൊസൈൻ സീരീസ്, ഫൊറിയർ സൈൻ സീരീസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇതിൽ നിങ്ങൾക്ക് മാക്സിമം കംപ്ലീറ്റ് സ്കോർ ചെയ്യാം. ദാറ്റ് ഈസ് 20 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് 18 മാർക്ക് വരെ സ്കോർ ചെയ്യാം. കാരണം ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും സെയിം സ്റ്റെപ്സ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ആദ്യത്തെ ഏകദേശം 5 ലൈന് സെയിം ആണ്. ദാറ്റ് ഈസ് ഡെഫിനിഷൻ ചെയ്ത, ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ ചുരുങ്ങിയത് നിങ്ങൾക്ക് ഈ 5 മൊഡ്യൂളിൽ നിന്ന് എല്ലാ മൊഡ്യൂളിൽ നിന്നും നിങ്ങൾക്ക് ചുരുങ്ങിയത് 13 മാർക്ക് ഓരോ മൊഡ്യൂളും 13 മാർക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. 13 into 5 നിങ്ങൾക്ക് ടോട്ടൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ മൊഡ്യൂളിനും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ കണ്ടെത്തുക. അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റെപ്പാണ് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ ആൾറെഡി മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് അറിയില്ലെങ്കിലും അത്രയും സ്റ്റെപ്സ് നിങ്ങൾ എഴുതിയെടുക്കണം. ഓക്കെ, അപ്പോൾ ചുരുങ്ങിയത് നിങ്ങൾക്ക് 16 എബോവ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, 16 എബോവ് മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് 1-2 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ അഥവാ MAT 102 എന്ന കോഴ്സിലെ ദാറ്റ് ഈസ് വെക്ടർ കാൽക്കുലസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോം എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.